നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എവല്യൂഷൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 2. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ, അതുപോലെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം, ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്ലാന്റ് എവല്യൂഷൻ, ആനിമൽ എവല്യൂഷൻ, ഹ്യൂമൻ എവല്യൂഷൻ തുടങ്ങിയ കൺസെപ്റ്റാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: complete the flow chart given below showing the evolution of man. ഹ്യൂമൻ എവല്യൂഷൻസിനകത്ത് മനുഷ്യൻ്റെ ആൻസെക്ടേഴ്സിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഡ്രയോപിത്തിക്കസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്യണം. ഡ്രയോപിത്തിക്കസ് മോർ ഏപ്പ് ലൈക്ക് പ്രൈമേറ്റ്സ് ആണ്. ഏപ്പ് ലൈക്ക് പ്രൈമേറ്റ്സ്, കുരങ്ങനോട് കൂടുതൽ സാമ്യമുള്ള പ്രൈമേറ്റ് ആണ്. ഏപ്പ് ലൈക്ക് പ്രൈമേറ്റ് ആണ്. അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഡ്രയോപിത്തിക്കസ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രാമാപിത്തിക്കസ് ആണ്. രാമാപിത്തിക്കസ് അത് കൂടുതൽ മാൻ ലൈക്ക് പ്രൈമേറ്റ് ആണ്. മാൻ ലൈക്ക് ആണ്, അത് ഓർത്തിരിക്കണം. മാൻ ലൈക്ക് പ്രൈമേറ്റ് ആണ്. അത് കഴിഞ്ഞാൽ ഓസ്ട്രാലോപിത്തിക്കസ് ആണ്. ഓസ്ട്രാലോപിത്തിക്കസ് ബി എന്ന് പറയുന്നത് ഓസ്ട്രാലോപിത്തിക്കസ് ആണ്. ഓസ്ട്രാലോപിത്തിക്കസ്. സി അടുത്തത് ഹോമോ ഹാബിലസ് തന്നിട്ടുണ്ട്. അടുത്ത സി ഹോമോ ഹാബിലസ് കഴിഞ്ഞാൽ ഹോമോ ഇറക്റ്റസ്. ഹോമോ ഇറക്റ്റസ് ആണ്. ഇറക്റ്റസ്. അത് കഴിഞ്ഞ് ഡി നിയാൻഡർതാൽ മാൻ ആണ്. നിയാൻഡർതാൽ മാൻ. നിയാൻഡർതാൽ മാൻ. അടുത്തത് ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പം പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഫ്ലോ ചാർട്ട് എഴുതാനായിട്ട് ഹ്യൂമൻ എവല്യൂഷൻസിനകത്ത്. അപ്പോൾ നമ്മളവിടെ ഓർത്തിരിക്കേണ്ടുന്നത് ഡ്രയോപിത്തിക്കസ് ഏപ്പ് ലൈക്ക് പ്രൈമേറ്റും രാമാപിത്തിക്കസ് മാൻ ലൈക്ക് പ്രൈമേറ്റ് ആണ്. അതുപോലെ ടാൻസാനിയയിൽ നിന്നും എത്യോപ്യയിൽ നിന്നുമുള്ള ഫോസിൽ കണ്ടുപിടിച്ചത് ആരെയാണെന്ന് ചോദിക്കും. അത് ആസ്ട്രാലോപിത്തിക്കസിൻ്റെതാണ്. ഹോമോ ഹാബിലസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹ്യൂമിനോയിഡ് ആണ്. ആദ്യത്തെ ഹോമിനിഡേ എന്ന് പറയുന്ന ആ ഫാമിലിയിൽ ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹോമിനിഡ് ആരാണെന്ന് ചോദിക്കും. അത് ഹോമോ ഹാബിലസ് ആണ്. അതുപോലെ മാൻ ഫസ്റ്റ് ഈറ്റ് അൻസെക്ടർ ഓഫ് മാൻ ഫസ്റ്റ് ഈറ്റ് മീറ്റ് ആദ്യമായി കഴിച്ച മനുഷ്യൻ്റെ പൂർവികൻ ആരാണെന്ന് ചോദിക്കും. അതാണ് ഹോമോ ഇറക്റ്റസ്. നിയാൻഡർതാൽ മാന് ബ്രെയിൻ കപ്പാസിറ്റി 1400 cc ആണ്. മനസ്സിലായോ? അത് ചോദിക്കുക. അവർ ലീവ് ചെയ്തിരുന്നത് 1,00,000 40,000 years agoയ്ക്ക് നിയർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എനി 3 ഫാക്ടർ ദാറ്റ് അഫക്റ്റ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം നമ്മുടെ എവല്യൂഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ്, ഒരു എക്വിലിബ്രിയമാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. അത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിക്കും. പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എനി 3 ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടറുകൾ 3 ഫാക്ടറുകൾ എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമുക്ക് എഴുതാൻ ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ. ജീനുകളുടെ ഒഴുക്ക്, ഒരു പോപ്പുലേഷൻസിൽ നിന്നും മറ്റൊരു പോപ്പുലേഷൻസിലേക്ക് ജീൻ ഫ്ലോ ഉണ്ടാകാം ഓർ ജീൻ മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് അലീലുകളുടെ ഫ്രീക്വൻസി ചേഞ്ച് ആകും. അത് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു ഫാക്ടറാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് മ്യൂട്ടേഷനാണ്. ഒരു ജീവിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഹെറിറ്റബിൾ ചേഞ്ചസ്, അത് അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ആക്കും. അതും എവല്യൂഷന് കാരണമാകും, മ്യൂട്ടേഷൻ. മൂന്നാമത്തത് ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. ജനറ്റിക് ഡ്രിഫ്റ്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ജീനുകളുടെ ഒഴുക്ക് ഒരവസരത്തിനൊത്താണ് ഇങ്ങനെ ഒരു പോപ്പുലേഷൻസിൽ നിന്നും ജീൻ ഫ്ലോ ഉണ്ടാകുന്നതെങ്കിൽ അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ആവും. അതിനെയാണ് നമ്മൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനിയുണ്ട് ജനറ്റിക് റീകോമ്പിനേഷൻസ് ഉണ്ട്, അതുപോലെ നാച്ചുറൽ സെലക്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഏതെങ്കിലും 3 ഫാക്ടർ എഴുതിയാൽ മതി. അതാണ് ചോദിക്കുന്നത്, 3 ഫാക്ടർ. അപ്പോൾ ഈ 3 ഫാക്ടർ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് അലീലിക് ഫ്രീക്വൻസി ഇൻ ദ പോപ്പുലേഷൻ റെപ്രസെൻറ്റഡ് ആസ് p² + 2pq + q² is equal to 1. അതൊരു മാത്തമാറ്റിക്കൽ ഒരു ആൽജിബ്രിക് ഇക്വേഷൻസ് തന്നിരിക്കുകയാണ്. നെയിം ദി എവല്യൂഷണറി പ്രിൻസിപ്പിൾ. അതിൻ്റെ പേര് എഴുതാനാണ് ചോദിക്കുന്നത്. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾസ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾസ്.
ഈ പ്രിൻസിപ്പിൾസ് പറയുന്നത് അലീലിക് ഫ്രീക്വൻസി ഇൻ പോപ്പുലേഷൻസ്, ഒരു പോപ്പുലേഷൻസിലെ അലീലിക് ഫ്രീക്വൻസി, അലീലുകളുടെ ഫ്രീക്വൻസി. അലീൽ എന്ന് പറഞ്ഞാൽ ജീനുകളുടെ അൾട്ടർനേറ്റ് ഫോംസിനെ നമ്മൾ അലീൽസ് എന്നാണ് പറയുന്നത്, ജീനുകളുടെ വകഭേദത്തിന്. ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള അലീലുകളുടെ ഫ്രീക്വൻസി അത് സ്റ്റേബിൾ ആയിരിക്കും. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പോകുമ്പോഴും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ഒന്നിന് തുല്യമായിരിക്കും, ഈക്വൽ ടു 1. അതാണ് ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിലാണ് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് q സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ p പ്ലസ് q ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, അങ്ങനെയാണ് നമ്മൾ ആൽജിബ്രിക് ഇക്വേഷൻ എഴുതുന്നത്. ആ ആൽജിബ്രിക് എക്സ്പാൻഷൻസ് ഓഫ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം p പ്ലസ് q ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു p സ്ക്വയർ പ്ലസ് 2pq പ്ലസ് q സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതാണ് തന്നിരിക്കുന്നത്. ആ പ്രിൻസിപ്പിളിൻ്റെ പേരാ ചോദിച്ചിരിക്കുന്നത്, ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾസ് ഡിഫൈൻ ദാറ്റ് allelic frequency in the populations are stable and is constant from generation to generation and is equal to 1 ഈക്വൽ ആണ്. അതേപോലെ നമ്മൾ അവിടെ ജീൻ പൂൾ എന്ന് പറയുന്നത് ഒരു ടേം ഉണ്ട്, അതും കൂടി ഓർത്തിരിക്കണം. ടോട്ടൽ ജീൻസ് ആൻഡ് ദിയർ അലീൽ ഇൻ ദ പോപ്പുലേഷൻസ് ഇസ് കാൾഡ് ജീൻ പൂൾ. മൊത്തത്തിലുള്ള ജീനുകളും അതിൻ്റെ വകഭേദങ്ങൾക്കും ടോട്ടൽ ജീൻസ് ആൻഡ് ദിയർ അലീൽസ് ഇൻ ദ പോപ്പുലേഷനെയാണ് നമ്മൾ ജീൻ പൂൾ എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തിരിക്കണം. അത് ജീൻ പൂൾ റിമൈൻസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നതാണ് ജനറ്റിക് ഇക്വിലിബ്രിയം. പോപ്പുലേഷൻ ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനാണ് ഈ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾസ്. അത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻസ് ആണ് the diagrammatic representations of the operation of natural selection on different traits is shown below. പല ട്രേഡ്സുകളുടെ നാച്ചുറൽ സെലക്ഷൻ്റെ ഓപ്പറേഷൻസിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ A, B ആൻഡ് C നമ്മുടെ NCERT ടെസ്റ്റിലുള്ളതാണ്. അത് ഡിഫൈൻ ചെയ്യാനായിട്ടും ചോദിക്കും, എക്സാമ്പിൾ തന്നും ചോദിക്കും, ഡയഗ്രാം തന്നും ചോദിക്കും. ഐഡൻറ്റിഫൈ A, B ആൻഡ് C. A എന്ന് പറയുന്നത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. A എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസിങ് സെലക്ഷനാണ്. A എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസിങ് സെലക്ഷൻ ഡയഗ്രമാണ്. ഒരു ഹൈ പീക്ക്, വലിയൊരു പീക്ക്, നാരോ ഇടുങ്ങിയ ഒരു പീക്ക് കിട്ടും. ഗ്രാഫിൻ്റെ ഷേപ്പ് അതാണ്. ബി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു ഗ്രാഫ്, വീതിയുള്ളൊരു ഗ്രാഫാണ്. ആ പീക്ക് ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് ഡയറക്ഷണൽ സെലക്ഷനാണ്. ബി എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ 3 ടൈപ്പാണുള്ളത്. ഒന്ന് സ്റ്റെബിലൈസിങ് സെലക്ഷൻ, രണ്ടാമത്തത് ഡയറക്ഷണൽ സെലക്ഷൻ, ഇനി സി എന്ന് പറഞ്ഞിരിക്കുന്നത് 2 പീക്ക് ഫോം ചെയ്യും, 2 പീക്ക് ഉള്ള കർവ് കിട്ടും. അതിനെ നമ്മൾ ഡിസറപ്റ്റീവ് സെലക്ഷൻസ് എന്നാണ് പറയുന്നത്. ഡിസറപ്റ്റീവ് സെലക്ഷൻ അതിന് ഡയഗ്രാം തന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തും ചോദിക്കാം. സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ഇൻഡിവിജ്വൽസുകൾ ഒരു മീൻ ക്യാരക്ടർ വാല്യൂ ആയിരിക്കും അക്യൂർ ചെയ്യുന്നത്, നേടിയെടുക്കുക എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഫീറ്റൽ വെയ്റ്റ്. നോർമലായിട്ടുള്ള കുട്ടിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് 3 kilograms ആണ്. അണ്ടർ വെയ്റ്റ് ഉള്ള കുട്ടിയും ഓവർ വെയ്റ്റ് ഉള്ള കുട്ടിയും ഉണ്ടാകാറുണ്ട്. എങ്കിലും നോർമലി എപ്പോഴും 3 kilogram ഉള്ള നോർമൽ വെയ്റ്റ് ഉള്ള കുട്ടിയാണ്. അതാണ് ആ രണ്ടിൻ്റെയും കൂടെ ആവറേജ് ആണ് അവിടെ ഫേവർ ചെയ്യുന്നത് എന്നുള്ളത്. അതിനാണ് ഫീറ്റൽ വെയ്റ്റ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ എക്സാമ്പിൾ. അടുത്ത ഡയറക്ഷണൽ സെലക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ഇൻഡിവിജ്വൽസുകൾ നേടിയെടുക്കുന്ന ക്യാരക്ടർ മീൻ ക്യാരക്ടർ അല്ലാത്ത ക്യാരക്ടറാണ്. അത് നമ്മൾ പഠിച്ചതാണ്. ഇൻഡസ്ട്രിയൽ മെലാനിസം ഒരു ഡയറക്ഷണൽ സെലക്ഷനാണ്. ഇൻഡസ്ട്രിയൽ മെലാനിസം ആദ്യത്തേത് സ്റ്റെബിലൈസിങ് സെലക്ഷന് എക്സാമ്പിൾ ഫീറ്റൽ വെയ്റ്റ് ഫീറ്റസിൻ്റെ വെയ്റ്റ് ആണ്. രണ്ടാമത്തേന് എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ മെലാനിസമാണ്, ഡയറക്ഷണൽ സെലക്ഷൻ. ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയും. മൂന്നാമത്തത് ഡിസറപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരും ഫേവർ ചെയ്യുന്നത് പെരിഫറൽ ക്യാരക്ടർ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് 2 സൈഡിലേക്കും പീക്ക് ഷിഫ്റ്റ് ചെയ്ത് 2 പീക്കുള്ള ഒരു കർവ് ഉണ്ടാവും. അപ്പോൾ ആ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് ഡിസറപ്റ്റീവ് സെലക്ഷൻ. അതിന് എക്സാമ്പിൾ കളർ പാറ്റേൺ ഇൻ ഓയിസ്റ്റർ ആണ്. ഓയിസ്റ്ററിൻ്റെ കളർ പാറ്റേൺ എക്സാമ്പിളും ഇതിൻ്റെ ഡെഫിനിഷനും അതുപോലെ ഡയഗ്രാം തന്നാൽ തിരിച്ചറിയാനും വയ്ക്കാം. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഏതാണെന്ന് ചോദിക്കും. അതേപോലെ
ഡയഗ്രാം തന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കാം, പിന്നെ ഇങ്ങനെ സെൻറ്റൻസ് ബേസിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇനി അതിൻ്റെ എ പാർട്ടാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത്. രണ്ടാമത്തെ റൈറ്റ് ദ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് ബി. ബിയുടെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബി എന്ന് പറയുന്നത് ഡയറക്ഷണൽ സെലക്ഷൻ ആണ്. അപ്പോൾ ഡയറക്ഷണൽ സെലക്ഷൻസിനകത്ത് അലീലിക് ഫ്രീക്വൻസി പെട്ടെന്ന് ചേഞ്ച് ആകും. അത് ആരെ ഫേവർ ചെയ്യുമെന്ന് വെച്ചാൽ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് ചേഞ്ചസ് ഉണ്ടാക്കും. അതിൻ്റെ ഫലമായിട്ട് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നതിന് കാരണമാകും. അതാണ് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് ബി. ബി എന്ന് പറയുന്നത് ഡയറക്ഷണൽ സെലക്ഷൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ശരിക്കും എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് ഡയറക്ഷണൽ സെലക്ഷൻസാണ് ചോദിച്ചിരിക്കുന്നത്. അത് അലോ എ സിഫിലി ഓർ ചേഞ്ചസ് ഇൻ അലീലിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വെരി ക്വിക്ക് ചേഞ്ചസ് അലീലിക് ഫ്രീക്വൻസി അക്കമ്പനിയിങ് ദി, അത് എന്തിന് അക്കമ്പനിയിങ് ചേഞ്ചിങ് ദി എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, എൻവിറോൺമെൻറ്റൽ ഫാക്ടർ ചേഞ്ച് ചെയ്യുന്നതിന് കാരണമാവുകയും ആൻഡ് ദാറ്റ് പ്ലേ മേജർ റോൾസ് ഇൻ ദി സ്പീസിയേഷൻ, പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതിന് മേജർ റോൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ആകുന്നത്. അതിനെ തുടർന്ന് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സുകൾക്കും ചേഞ്ചസ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് പുതിയ സ്പീഷീസുകൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് അതിൻ്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ആയിട്ട് എഴുതേണ്ടുന്നത്. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ മെലാനിസമാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ടൈപ്പിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോപ്പുലേഷൻ ജനറ്റിക്സിലെ ഹാഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റും ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷനെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. എപ്പോഴും എക്സാമിനേഷൻസിന് സ്ഥിരം ക്വസ്റ്റ്യനാണ്. പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. നമുക്ക് പ്രോബ്ലംസും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹ്യൂമൻ ആൻസെക്ടർ ഈസ് മോർ ഏപ്പ് ലൈക്ക്. കുരങ്ങനോട് കൂടുതൽ സാമ്യമുള്ള മനുഷ്യൻ്റെ പൂർവികൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോളോയിങ് ഹ്യൂമൻ ആൻസെക്ടർ ഈസ് മോർ ഏപ്പ് ലൈക്ക് നമ്മൾ പഠിച്ചതാണ്. ആ ഫ്ലോ ചാർട്ട് പറഞ്ഞതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസിനകത്ത്. ഡ്രയോപിത്തിക്കസ് ആണ് ആൻസർ. മോർ മാൻ ലൈക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാമാപിത്തിക്കസ് എന്നാണ് എഴുതേണ്ടത്. രാമാപിത്തിക്കസ്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കണം. അതേപോലെ ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹോമിനിഡ് എന്ന് ചോദിച്ചാൽ ഹോമോ ഹാബിലസ് എന്ന് എഴുതണം. ഹോമോ ഹാബിലസ്. അവിടെ നിന്ന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്ലോ ചാർട്ടിൽ ചോദിക്കാം. അല്ലാതെ ഇതുപോലെ മാൻ ലൈക്ക്, ഏപ്പ് ലൈക്ക്, അതുപോലെ ബ്രെയിൻ കപ്പാസിറ്റി തന്ന് ചോദിക്കാം. അങ്ങനെയുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡ്രയോപിത്തിക്കസ് ആണ്, മോർ ഏപ്പ് ലൈക്ക്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അതാണ് എഴുതേണ്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഈ എവല്യൂഷനിൽ നിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ എവല്യൂഷനെ കുറിച്ച് ഒരു ബ്രീഫ് അക്കൗണ്ട് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് പല മില്യൺ ഇയേഴ്സ് എഗോയിൽ പല ജീവജാലങ്ങൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ദ ബേസ്ഡ് ഓൺ ദി എവല്യൂഷൻ ഇൻ ജിയോളജിക്കൽ പീരീഡ് arrange the plants and animals in the correct order in various million years ago. മില്യൺ ഇയേഴ്സ് എഗോയ്ക്ക് നമ്മൾ മയ എന്നാണ് പറയുന്നത്. മില്യൺ ഇയേഴ്സ് എഗോയുടെ ഷോർട്ട് ഫോമാണ് മയ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ബയ എന്ന് പറഞ്ഞാൽ 1000 മയയാണ്. 1 ബയ എന്ന് പറയുന്നത് കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ബയ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ ഇയേഴ്സ് എഗോ എന്ന് പറഞ്ഞാലാണ് ഒരു ബയ എന്ന് പറഞ്ഞാൽ 1000 മയയാണ്. 1000 മയ നമ്മൾ ഓർത്തിരിക്കണം. ആൻഡ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓർഗാനിസം ഫ്രം ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിനകത്ത് കുറേ ഓർഗാനിസം കൊടുത്തിട്ടുണ്ട്. റെപ്റ്റൈൽസ്, ഇൻവെർട്ടിബ്രേറ്റ്, സീവീഡ്സ്, ജോലസ് ഫിഷ് വിത്ത് സ്റ്റൗട്ട് ഫിൻ. നമ്മൾ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻസിനകത്ത് പഠിക്കുന്നതാണ്. 500 മില്യൺ ഇയേഴ്സ് അഗോയിൽ ആരാ ഇവോൾവ് ചെയ്തത്? ഇൻവെർട്ടിബ്രേറ്റ്. അവിടെ ഫില്ല് ചെയ്യേണ്ടുന്നത് ഇൻവെർട്ടിബ്രേറ്റ് എന്നാണ്. നട്ടലില്ലാത്ത ജീവി. ഇൻവെർട്ടിബ്രേറ്റ്സ്. 350 മയ 350 മയ ഓർ മില്യൺ ഇയേഴ്സ് അഗോയിലാണ് ആരൊക്കെയാണ്? ജോലസ് ഫിഷ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ചുണ്ടില്ലാത്ത ഫിഷ്, ജോലസ് ഫിഷ്. അതുപോലെ കിലാക്കാന്ത്. ആ കിലാക്കാന്തിന് പറയുന്ന പേരാണ് ഫിഷ് വിത്ത് സ്റ്റൗട്ട് ഫിൻ എന്ന് പറയും. ഇനിയാണ് കിലാക്കാന്ത്. ഓർ ലോബ് ഫിൻ എന്നും പറയും നമ്മൾ. ലോബ് ഫിൻ ഫിഷ് എന്ന് പറയുന്നത്. ഫിഷ് വിത്ത് സ്റ്റൗട്ട് ഫിൻ. അതെല്ലാം 350 മൈലാണ്. സീവീഡുകൾ, കളകൾ, കടലിൽ കാണുന്ന കളകളാണ് സീവീഡ്സ് എന്ന് പറയുന്നത്. അത് 320 മൈലാണ് സീവീഡ്സുകൾ ഇവോൾവ് ചെയ്തത്. സീവീഡ്സ്. ഇനി 200 മയയിൽ പല സൈസിലും ഷേപ്പിലുമുള്ള റെപ്റ്റൈൽസുകളാണ് ഇവോൾവ് ചെയ്തത്.
അവർ ഡോമിനേറ്റ് ചെയ്ത കാലഘട്ടം, ഇവോൾവ് ചെയ്ത സമയമാണ് റെപ്റ്റൈൽസ്. അപ്പം 200 മയ എന്ന് പറഞ്ഞാൽ റെപ്റ്റൈൽസ് എന്നാണ് ആൻസർ. നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്നും നമ്മൾ ഈ ഓരോ മയയിൽ ഇവോൾവ് ചെയ്ത ഓർഗാനിസങ്ങളെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ടും എക്സാമിനേഷൻസിന് ചോദിക്കാറുണ്ട്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചതാണ് പലതരത്തിലുള്ള ദിനോസറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ബിഗ്ഗസ്റ്റ് ദിനോസറുകളെ കുറിച്ച് പഠിച്ചു. അത് ടൈറാനോസോറസ് റെക്സ് ആണ്, 20 അടി ഹൈറ്റും അതുപോലെ ഫിയർസോം ഡാഗർ ലൈക്ക് ടീത്ത്, പിശാചിനെ പോലെ പേടിപ്പിക്കുന്ന പല്ലുള്ളതാണ്. അതുപോലെ വെർട്ടിക്കൽ പ്ലേറ്റ് ബോഡിയിലുള്ള ദിനോസറുണ്ട്, സ്റ്റീഗോസോറസ്, ലോങ് നെക്ക്, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലോങ് നെക്ക്, നീണ്ട കഴുത്തുള്ള ദിനോസറുണ്ട്, അതിനെ ബ്രാക്കിയോസോസ് എന്ന് പറയും. അതുപോലെ ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് ഉണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്ന അക്വാട്ടിക് റെപ്റ്റൈൽസ്, ഇക്തിയോസോസ് എന്നൊക്കെ പറഞ്ഞ് അത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും അവിടെ നമ്മൾ ഓർക്കണം, ആ കാര്യവും അതിൽ നിന്ന് കണക്ട് ചെയ്ത് ചോദിക്കും. ഇനി നമ്മൾ അടുത്ത പറയുന്നത് നമ്മുടെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലെ പ്രോബ്ലമാണ്. അതിൽ നിന്ന് പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എ പോപ്പുലേഷൻസ് ഓഫ് 208 പീപ്പിൾ ഓഫ് MN ബ്ലഡ് ഗ്രൂപ്പ് വാസ് സാമ്പിൾഡ്. 208 ആൾക്കാരുള്ള MN ബ്ലഡ് ഗ്രൂപ്പുള്ള സാമ്പിൾസ് ഉള്ള ആൾക്കാരെ സാമ്പിൾ ചെയ്തതിൽ ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 190 വെയർ MM ഗ്രൂപ്പ്. ക്യാപിറ്റൽ എം ഗ്രൂപ്പിൽ വരുന്നത് 119 ആൾക്കാരാണ്. 76 പേര് MN ബ്ലഡ് ഗ്രൂപ്പിൽ വരുന്നവരാണ്, ക്യാപിറ്റൽ MN എന്ന് പറഞ്ഞാൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ. അടുത്ത 13 ആൾക്കാർ NN ഗ്രൂപ്പിൽ വരുന്നതാണ്. എങ്കിൽ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. എ, ഡിറ്റർമിൻ ദ ജീൻ ഫ്രീക്വൻസി ഓഫ് M and N അലീൽ ഇൻ ദി പോപ്പുലേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ദ ജീൻ ഫ്രീക്വൻസി ഓഫ് M കണ്ടുപിടിക്കാം. ദ ജീൻ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ M മൊത്തത്തിൽ എത്ര ആൾക്കാരാണ് ഉള്ളത് നോക്കിയേ, 208 പേര്. അപ്പോൾ ഈ 208 ആൾക്കാരിൽ എത്ര പേരാണ് ക്യാപിറ്റൽ M ഗ്രൂപ്പിലുള്ളത്? 119. അപ്പം 119/208. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 0.5721 എന്ന് കിട്ടും അതിൻ്റെ ആൻസർ. നമുക്ക് വേണ്ടുന്നത് ഒരു ക്യാപിറ്റൽ എമ്മിൻ്റെയാണ്. ഇത് M² കിട്ടിയത്. ദെയർഫോർ ജീൻ, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ജീൻ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 0.5721. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് 0.75 എന്ന് കിട്ടും. 0.75 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. M², MM എന്ന് പറഞ്ഞാൽ M². അതിനെ നമ്മൾ അലീലിക് ഫ്രീക്വൻസി ഉപയോഗിച്ച് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ P² എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ MM നമുക്ക് മൊത്തത്തിൽ 208 ഉള്ളവരിൽ 119 പേരും ക്യാപിറ്റൽ M എന്ന് പറയുന്ന ജീനോടൈപ്പിലുള്ളവരാണ്. അപ്പോൾ അത് അത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, M². അപ്പം 0.5721 കിട്ടി. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും ജീൻ ഫ്രീക്വൻസി ഓഫ് M കിട്ടും. അത് 0.75 എന്ന് കിട്ടി. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടുന്നത് ക്യാപിറ്റൽ Nൻ്റെയും കണ്ടുപിടിക്കണം. അതേപോലെ നമുക്ക് കണ്ടുപിടിക്കുക ഇത് ജീൻ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു എത്രയുണ്ട്? ആ ക്യാപിറ്റൽ N എന്ന് പറയുന്ന ജീനോടൈപ്പ് എത്രയാണ് ഉള്ളത്? ആ ഗ്രൂപ്പ് 13 ആണ്. 13/208 13 പേരുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.0625 എന്ന് കിട്ടും. അതാണ് M, 0.0625. ദെയർഫോർ നമുക്ക് വേണ്ടുന്നത് ഒരാളുടെ ക്യാപിറ്റൽ Nൻ്റെ മാത്രം ജീൻ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ N is equal to ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് 0.0625 അതപ്പോൾ എത്ര വരും? 0.25 എന്ന് വരും. 0.25 രണ്ടും കൂടെ കൂട്ടി നോക്കൂ. സം ഓഫ് ദി അലീലിക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1. അതാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പറയുന്നത്. സം ഓഫ് ദി അലീലിക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു
1. അപ്പോൾ എ പാർട്ടാണ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ എ പാർട്ടാണ് ചെയ്തത്. അപ്പോൾ 0.75 പ്ലസ് 0.25 കൂട്ടാം. 5 5 10, 7 2 9 1 10 0, ദാറ്റ് ഈസ് 1 എന്ന് കിട്ടി. ഒന്നാണ് കറക്റ്റാണ്. സം ടോട്ടൽ ഓഫ് അലീലിക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1. അതാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പറയുന്ന അലീലിക് ഫ്രീക്വൻസി സ്റ്റേബിൾ ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും അത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അതിൻ്റെ സം എന്ന് പറയുന്നത് അതിൻ്റെ ഈ അലീലിക് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ അത് 1 ഈക്വൽ ആണ്. കറക്റ്റ്, 1 ഈക്വൽ ആണ്. അടുത്ത ബി പാർട്ട് നോക്കിയേ. ആ പ്രോബ്ലത്തിൻ്റെ ബി പാർട്ട്, ഹൗ ഡസ് ദ എബോവ് ഫ്രീക്വൻസി അഫക്റ്റ് എവല്യൂഷൻ? എങ്ങനെയാണ് ഈ മുകളിൽ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ ഈ അലീലിക് ഫ്രീക്വൻസി എവല്യൂഷനെ അഫക്റ്റ് ചെയ്യുന്നത്? അത് ഇറ്റ് ഫോളോ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഫോളോ ചെയ്ത് നമുക്ക് കിട്ടി. സംഭവം നോക്കിയപ്പോൾ 1 കിട്ടി. ആണ് അലീലിക് ഫ്രീക്വൻസി സ്റ്റേബിൾ ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഫോളോ ദ ജീൻ ഫ്രീക്വൻസി ഫോളോ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഫോളോ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫോളോസ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഇറ്റ് ഫോളോസ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഫോളോ ചെയ്യുന്നുണ്ട്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. അതുകൊണ്ട് എന്തോ സംഭവിക്കത്തില്ല, ദർ ഈസ് നോ എവല്യൂഷൻ. എവല്യൂഷൻ ഇല്ല, ദർ ഈസ് നോ എവല്യൂഷൻ. എവല്യൂഷൻ സംഭവിക്കത്തില്ല. കാരണം സം ടോട്ടൽ 1. അത് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊന്നുമില്ല, ദർ ഈസ് നോ എവല്യൂഷൻ. എവല്യൂഷൻ സംഭവിക്കുന്നില്ല, ദർ ഈസ് നോ എവല്യൂഷൻ. എവല്യൂഷൻ ഇല്ല. അപ്പോൾ അത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. 2-3 ടൈപ്പ് പ്രോബ്ലംസ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ചോദിക്കാറുണ്ട്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസുകളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ്. അത് നമ്മൾ നല്ല ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം. എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് അതും ഹ്യൂമൻ എവല്യൂഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ബിലോ ഷോ ഫീച്ചേഴ്സ് ഓഫ് സം ഹ്യൂമൻ ഫോസിൽസ്. മനുഷ്യൻ്റെ ചില ഫോസിൽസുകളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. റീഡ് കെയർഫുള്ളി ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോസിൽ. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിച്ച ശേഷം ഫോസിൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. 1, ഹ്യൂമൻ ലൈക്ക് ബീയിങ് വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc. cc എന്ന് പറഞ്ഞാൽ ക്രേനിയൽ കപ്പാസിറ്റിയാണ്, നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പാസിറ്റി തന്നെ. ക്രേനിയം, സ്കൽ ബോക്സ് ഓർ ബ്രെയിൻ ബോക്സ് എന്നൊക്കെ പറയുന്ന ക്രേനിയൽ കപ്പാസിറ്റി. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹോമിനിഡ് ആരാണ്? ഹോമോ ഹാബിലസ് ആണ്. അവരുടെ ബ്രെയിൻ കപ്പാസിറ്റിയാണ് 650 തൊട്ട് 800 cc. അതാരാണ്? ഹോമോ ഹാബിലിസ് ആണ്. ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസ്. ഇനി അടുത്ത ചോദിക്കാറുണ്ട്, ജാവ മാൻ ഓർ പെക്കിംഗ് മാൻ ആരാണെന്നൊക്കെ ചോദിക്കും. ജാവ മാൻ ഓർ പെക്കിംഗ് മാൻ. ജാവയിൽ നിന്നും 1891 ഫോസിൽ കിട്ടിയത്. അത് ഹോമോ എറക്ടസ് ആണ്. ഹോമോ എറക്ടസ് ആണ്. ജാവ മാൻ അങ്ങനെയും ചോദിക്കാറുണ്ട്. ജാവ മാൻ ഓർ പെക്കിംഗ് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഫോസിൽ കിട്ടി. ജാവ മാൻ ഓർ പെക്കിംഗ് മാൻ എന്ന് ചോദിച്ചാൽ ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി 900 cc ആണ്, 900 cc ആണ്. അത് ഓർത്തിരിക്കണം. മാച്ച് ദ ഫോളോയിങ്സിൽ ഒരു കോളത്തിനകത്ത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആൻസെക്ടേഴ്സ് തരും, അതപ്പുറത്ത് ഇതുപോലെ ബ്രെയിൻ കപ്പാസിറ്റി ചെയ്ത് തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലാതെ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അതും കൂടി ഓർത്തിരിക്കണം. ആദ്യമായിട്ട് മീറ്റ് കഴിച്ച ആൻസെക്ടർ ഓഫ് മാനുമാണ് ഈ ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസ്. അടുത്ത ബി നോക്കിയേ. ലീവ്ഡ് ഇൻ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി 1400 cc. 1400 cc ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളതും ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ പൂർവികൻ നിയാണ്ടർതാൽമാനാണ്. നിയാണ്ടർതാൽമാൻ. നിയാണ്ടർതാൽമാൻ അല്ലെങ്കിൽ ഹോമോ നിയാണ്ടർതാലൻസിസ് എന്നും പറയാം കേട്ടോ. അങ്ങനെയാണ് അവരുടെ സൂവോളജിക്കൽ നെയിം എന്ന് പറയുന്നത്. ഹോമോ നിയാണ്ടർതാലൻസിസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നിയാണ്ടർതാൽമാൻ എന്ന് പറയും. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടുന്നത്. അതേപോലെ നിയാണ്ടർതാൽ മനുഷ്യന് ജീവിച്ചിരുന്നത് ഈ സെൻട്രൽ ഏഷ്യയിലും അതുപോലെ നിയർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിൽ ഏത് കാലഘട്ടത്തിലാണെന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കണം. 1,40,000
ഇയേഴ്സ് എഗോ ഓരോ ഇയേഴ്സ് ബാക്കിലാണ് അവർ സെൻട്രൽ ഈസ്റ്റ് ആൻഡ് നിയർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിൽ ജീവിച്ചിരുന്നത്. ബ്രെയിൻ കപ്പാസിറ്റി 1400 cc ആണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഓർത്തിരിക്കണം. ജാവ മാൻ, പെക്കിംഗ് മാൻ, ഹോമോ ഇറക്ടസ് ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പം നമ്മളിവിടെ ഓർക്കേണ്ടുന്നത് ഡയഗ്രാം ഷോസ് ഹൗ ദ നമ്പർ ഓഫ് സ്പീഷ്യസ് in different group of vertebrate has changed between 400 million years ago and 5 million years ago. 5 million years agoയിലും 400 million years agoയിലും പല തരത്തിലുള്ള പല സ്പീഷ്യസിലുള്ള വെഡിബ്രേറ്റ്സുകളായിട്ടുള്ള നട്ടലുള്ള ജീവികൾ ഇവോൾവ് ചെയ്തതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വീതിയുള്ള ബ്ലോക്കുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കുറച്ച് ബ്രോഡായിട്ടുള്ള വൈഡർ ബ്ലോക്ക് ഇൻഡിക്കേറ്റ് മോർ സ്പീഷ്യസ് ദെയർ ആർ, കൂടുതൽ നമ്പർ ഓഫ് സ്പീഷ്യസ് ഉണ്ടതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ സ്പീഷ്യസ് ഫൗണ്ട് മോസ്റ്റ് അറ്റ് 200 million years ago. നമ്മൾ ഓൾറെഡി പഠിച്ചതാ. നമ്മൾ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻസിൽ മുമ്പ് ഒരു ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്ത് പഠിച്ചതാണ്. നമുക്ക് നോക്കാം. 200 million years agoയിൽ കൂടുതലായിട്ട് മോസ്റ്റ് സ്പീഷ്യസ് ഫൗണ്ട് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് ബ്ലോക്ക്, ഈ വീതിയുള്ള ബ്ലോക്ക് കൂടുതലായിട്ട് കാണുന്നത് റെപ്റ്റൈൽസ് ആണ്. റെപ്റ്റൈൽസിൻ്റെതാണ്. റെപ്റ്റൈൽസ് നമ്മൾ പഠിച്ചതാ. 200 million years agoയിൽ പല സൈസിലും ഷേപ്പിലുമുള്ള റെപ്റ്റൈൽസുകൾ ഇവിടെ കൂടുതലായി എവോൾവ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ റെപ്റ്റൈൽസ് ആണ് കണ്ടോ കൂടുതലായിട്ട് 200 million years agoയിൽ കൂടുതലായിട്ട് വൈഡറായിട്ടുള്ള ബ്ലോക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കൂടുതൽ സ്പീഷ്യസുകളാണ്. അപ്പോൾ അവരാണ് ഇവോൾവ് ചെയ്തത്. ഈ 500 million yearsനും 400നും ഇടയിൽ 200 million years agoയിൽ മോസ്റ്റ് സ്പീഷ്യസ് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് റെപ്റ്റൈൽസ് ആണ്. കാണുമ്പോൾ ഇവിടെ നിന്ന് അറിയാം. കാരണം 200 മൈലാണ് അവർ ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇവിടെ നിന്നാണ് ഇവോൾവ് ചെയ്യുന്നത്. എന്നിട്ട് മാക്സിമം ബ്രോഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്കായിട്ട് കാണിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബേർഡ്സ് ആർ മോസ്റ്റ് ക്ലൂസ് റിലേറ്റീവ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്? ഏത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസവുമായിട്ടാണ് ബേർഡ്സ് കൂടുതൽ റിലേറ്റീവ് ആയിട്ടുള്ളത്? ഇവിടെ ഇപ്പം അത് ക്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് ഫിഷ്, ആംഫീബിയൻ, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. ആ റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഇവോൾവ് ചെയ്യുന്നത് എവല്യൂഷൻ അനുസരിച്ച്. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ റെപ്റ്റൈൽസ് ആണ് ബേർഡ്സുമായിട്ട് മോസ്റ്റ് ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ളത്. ഏത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസറും റെപ്റ്റൈൽസ് ആണ്. അതിൽ തന്നെ റെപ്റ്റൈൽസിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്രോക്കോഡൈലും ദിനോസറുമാണ്. അതും കൂടി നമ്മൾ ഓർത്തിരിക്കണം. റെപ്റ്റൈൽസിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിനകത്ത് റെപ്റ്റൈൽസ് എന്നേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ റെപ്റ്റൈൽസ് എന്ന് തന്നെ എഴുതിയാൽ മതി ആൻസർ. പക്ഷേ ആ റെപ്റ്റൈൽസിൽ തന്നെ ബേർഡ്സുമായിട്ട് ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആരാണെന്ന് നമ്മൾ ആനിമൽ എവല്യൂഷൻസിനകത്ത് പറയും. ക്രോക്കോഡൈലും ദിനോസറുമാണ്. ക്രോക്കോഡൈൽ ആൻഡ് ദിനോസേഴ്സ് അത് നമ്മൾ ആനിമൽ എവല്യൂഷൻസിനകത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ അതാണ് ആ ബി. രണ്ടിൻ്റെ ആൻസർ റെപ്റ്റൈൽസ് ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ? അതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ തന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളവിടെ ഓർക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസും അവിടെ നമ്മളെ ഹ്യൂമൻ എവല്യൂഷൻസിനകത്തുനിന്ന് ഏതൊക്കെ മയയിലാണ് ഇവോൾവ് ചെയ്തതെന്നും കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ എവല്യൂഷൻ ഓഫ് മാൻ യൂസിങ് ഏജ്, നെയിം ആൻഡ് ബ്രെയിൻ കപ്പാസിറ്റി ഓഫ് ഫോസിൽ. ഇത് വേറെ ഒരു ടൈപ്പ് ഫ്ലോ ചാർട്ടാണ് ഹ്യൂമൻ എവല്യൂഷൻ്റെ. നമ്മൾ ആദ്യം ഒരു ഫ്ലോ ചാർട്ട് ഓർഡറിൽ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ പറയുന്നത് ഏജ് കൊടുത്തിട്ടുണ്ട്, ഹ്യൂമൻ എവല്യൂഷൻ്റെ നെയിം ഉണ്ട്, ബ്രെയിൻ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പഠിച്ച ഡ്രയോപിത്തിക്കസ് ആൻഡ് രാമാപിത്തിക്കസ്, ആ എ ഫില്ല് ചെയ്യണം. അവർ ഇവോൾവ് ചെയ്തത് ഏത് മയയിലാണെന്ന്. അപ്പം എ ഫില്ല് ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ 15 മയയിലാണ്. നമ്മൾ ആദ്യമായിട്ട് ആ ഹ്യൂമൻ എവല്യൂഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ NCERT ടെസ്റ്റിലുള്ള ആദ്യത്തെ സെൻറ്റൻസ് തന്നെ അതാണ്. എബൌട്ട് 15 മയ ഡ്രയോപിത്തിക്കസ് ആൻഡ് രാമാപിത്തിക്കസ് വേറെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കാലഘട്ടം 15 മയയിലാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 15 മയയാണ്. അവരുടെ ശരീരം മുഴുവൻ രോമങ്ങളുണ്ടായിരുന്നു, ഹെയറി ആയിരുന്നു, ചിമ്പാൻസിയും ഗൊറില്ലയെ പോലെ നടന്നിരുന്നവരായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. മോർ ഏപ്പ് ലൈക്ക് ഡ്രയോപിത്തിക്കസ് ആണ്. മോർ
മാൻ ലൈക്ക് രാമാപിത്തിക്കസ് എന്നൊക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അടുത്ത് കൊടുത്തിരിക്കുന്നത് ടു മയയിൽ ബി ഫില്ല് ചെയ്യണം. മയ തന്നിട്ടുണ്ട്, ഏജ് തന്നിട്ടുണ്ട്. ടു മയയിൽ ആരാണ്? ആസ്ട്രാലോപിത്തിക്കസ് ആണ്. ആസ്ട്രാലോപിത്തിക്കസ് ആണ് നമ്മൾ ബി ഫില്ല് ചെയ്യേണ്ടുന്നത്. ഓസ്ട്രാലോപിത്തിക്കസ് കഴിഞ്ഞ അടുത്ത ആൾ സി ആണ്. അയാളുടെ ബ്രെയിൻ കപ്പാസിറ്റി തന്നിട്ടുണ്ട് 650 to 800 cc. നമുക്കറിയാം ആരാ സി? ഹോമോ ഹാബിലസ് ആണ് സി ഫില്ല് ചെയ്യേണ്ടുന്നത്, സിയുടെ അടുത്ത് ഫില്ല് ചെയ്യേണ്ടുന്നത്. അടുത്തത് ഡി ഏജ് ആണ്. പക്ഷേ ആ മാൻ്റെ നെയിം തന്നിട്ടുണ്ട് ഹോമോ എറക്ടസ്. ബ്രെയിൻ കപ്പാസിറ്റി ആണ് ഇ. രണ്ടെണ്ണം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം ഹോമോ ഇറക്ടസ് ആണ് ഡി. ഹോമോ ഇറക്ടസ് ഇവോൾവ് ചെയ്തത് 1.5 മയയിലാണ് എക്സിസ്റ്റ് ചെയ്ത ഏജ് 1.5 മയയിലാണ് ഹോമോ ഇറക്ടസ്. അതാണ് ഡി. ഇ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി നമ്മൾ മുമ്പേ പറഞ്ഞതാണ് 900 cc, 900 cc ആണ്. ഇനി അടുത്ത ഫില്ല് ചെയ്തിട്ടുള്ളത് ഏജ് കൊടുത്തിട്ടുണ്ട് 1,40,000 years. നമ്മൾ മുമ്പേ പറഞ്ഞ ആൾ തന്നെയാണ്. ബ്രെയിൻ കപ്പാസിറ്റി തന്നിട്ടുണ്ട് 1400 cc. ആ ആൻസെക്ടർ ഓർ ഹ്യൂമൻ ആൻസെക്ടർ ആരാണെന്നുള്ളത് ഫില്ല് ചെയ്യണം. എഫ് നിയാൻഡർതാൽമാൻ ആണ്. അടുത്തത് കൊടുത്തിട്ടുണ്ട്. അടുത്ത മനുഷ്യൻ്റെ അടുത്തത് നമ്മൾ മോഡേൺ മാൻ. നിയാൻഡർതാൽ മനുഷ്യൻ കഴിഞ്ഞാൽ മോഡേൺ മാൻ ഹോമോസാപ്പിയൻസ്. അപ്പം ഇത് ഒരു ടൈപ്പ് ഫ്ലോ ചാർട്ടിൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മയെ അറിഞ്ഞിരിക്കണം, എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഏജ്, നെയിം, അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുകൾ, ബ്രെയിൻ കപ്പാസിറ്റി, അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അവിടെ നിന്ന് ചോദിക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം നമ്മൾ ഭംഗിയായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് മെൻഷൻ എനി 3 characteristics ഓഫ് നിയാൻഡർതാൽ മാൻ ദാറ്റ് ലീവ്ഡ് ഇൻ നിയർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. ഈ സെൻട്രൽ ഏഷ്യയിലും നിയർ ഈസ്റ്റിലും താമസിച്ചിരുന്ന നിയാൻഡർതാൽ മാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇടണം. ഏതെങ്കിലും 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഒന്നാമത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് യൂസ് ഹൈഡ് ടു പ്രൊട്ടക്ട് ദെയർ ബോഡി. ടു പ്രൊട്ടക്ട് ദെയർ ബോഡി. അവർ നാണം മറച്ചിരുന്നു, അവരുടെ ശരീരം മറച്ചിരുന്നു. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. അത് നിയാൻഡർതാൽ മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. യൂസ്ഡ് ഹൈഡ്സ് ടു പ്രൊട്ടക്ട് ദെയർ ബോഡി. അതുപോലെ അവർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡി ബറീഡ് ചെയ്തിരുന്നു. അത് സെക്കൻഡ്, ബറീഡ് ദെയർ ഡെഡ് ബോഡി. അടുത്ത മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി. നമ്മളിപ്പം പഠിച്ചതാണ് ബ്രെയിൻ കപ്പാസിറ്റി 1400 cc ആണ്. അതുപോലെ അവർ ലീവ് ചെയ്തിരുന്നത് നിയർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിൽ 1,40,000 years ബാക്ക് ഓർ ഇയേഴ്സ് എഗോയിലാണ് ജീവിച്ചിരുന്നത്. എവിടെയാണ്? ഇൻ നിയർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിൽ. ഓക്കെ, അപ്പോൾ അത് ഏതെങ്കിലും 3 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയാൽ മതി. നമ്മുടെ NCERT ടെസ്റ്റിലുള്ള അതേ പോയിൻറ്റ്സുകളാണ്. ആദ്യമായിട്ട് നാണം മറച്ചിരുന്നവരും മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി എന്ത് ചെയ്തു ക്രിമേറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആളുകളായിരുന്നു നിയാൻഡർതാൽ മനുഷ്യൻ എന്ന് പറയുന്നത്. യൂസ്ഡ് ഹൈറ്റ് ടു പ്രൊട്ടക്ട് ദ ബോഡി, ബറീഡ് ദ ഡെഡ് ബോഡീസ്, ബ്രെയിൻ കപ്പാസിറ്റി 1400 cc. ദേ ലീവ് ഇൻ നിയർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ ബിറ്റ്വീൻ 1,40,000 years ago. അപ്പോൾ അതാണ് എഴുതേണ്ടത്. 3 പോയിന്റ്സ് ചോദിക്കുന്നതിന് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് ഈ എവല്യൂഷൻസിനകത്ത് ഉള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ജിയോളജിക്കൽ ടൈം സ്കെയിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ജീവി ജീവിച്ച ശേഷം ആ ജീവിയുടെ ഫോസിലുകൾ ആ കാലഘട്ടത്തിലുള്ള സെഡിമെൻറ്റ്സിനകത്ത് അല്ലെങ്കിൽ റോക്കി സബ്സ്ട്രേറ്റിനകത്ത് ഒരു ലെയറായിട്ട് അടിഞ്ഞുകൂടാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുന്നത് ഒരു പിരമിഡൽ ഷേപ്പിൽ ഒരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അറേഞ്ച് ദ ഡിഫറൻറ്റ് ഈറ ആൻഡ് പീരീഡ് ഇൻ ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ജിയോളജിക്കൽ ടൈം സ്കെയിൽ പല ഈറകളുണ്ട്. ആ ഡിഫറൻറ്റ് ഈറകളെയും പീരീഡ്സുകളെയും അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറൻറ്റ് ഈറ ആൻഡ് പീരീഡ്.
ഇപ്പോൾ നമ്മുടെ NCERT ടെസ്റ്റിൽ പ്രധാനമായിട്ട് 3 ഈറകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തതാണ് പാലിയോസോയിക് ഈറ. പാലിയോസോയിക് ഈറ ആദ്യത്തെ ഈറയാണ് പാലിയോസോയിക് ഈറ. രണ്ടാമത്തെ ഈറ മീസോസോയിക് ഈറയാണ്. മീസോസോയിക് ഈറ. മൂന്നാമത്തെ ഈറ സീനോസോയിക് ഈറയാണ്. സീനോസോയിക് ഈറ. അപ്പോൾ ആ 3 ഈറകളെ നമ്മൾ എഴുതി. ഇനി ആ ഈറയിലുള്ള പീരീഡ്സുകളും അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആ പീരീഡ്സുകൾ ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു ഷോർട്ട് കോഡുണ്ട്. പാലിയോസോയിക് ഈറ എന്ന് പറയുന്ന ഈറയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള പീരീഡ്സുകൾ 4 എണ്ണമാണ് നമ്മുടെ NCERTയിലുള്ളത്. അതിനൊരു കോഡുണ്ട് PSDCP. PSDCP ഒരു കോഡ് ഓർത്തിരിക്കാൻ വേണ്ടി, കാണാതെ പഠിച്ചാൽ നമ്മൾ മറന്നു പോകും. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി P എന്ന് പറഞ്ഞാൽ പാലിയോസോയിക് ഈറയാണ്. ആ ഈറയിലുള്ള പീരീഡുകളാണ് നമ്മൾ പറയുന്നത്. S എന്ന് പറഞ്ഞാൽ സിലൂറിയൻ. സിലൂറിയൻ എന്നാണ്. D എന്ന് പറഞ്ഞാൽ ഡീവോണിയൻ എന്നാണ്. ഡീവോണിയൻ. ഡീവോണിയൻ. C എന്ന് പറഞ്ഞാൽ കാർബോണിഫെറസ്. കാർബോണിഫെറസ് എന്നാണ്. കാർബോണിഫെറസ്. P എന്ന് പറഞ്ഞാൽ പെർമിയൻ. പെർമിയൻ എന്നാണ്. പെർമിയൻ. അപ്പം അത് ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഡ് പറഞ്ഞത്. പെർമിയൻ. പി പെർമിയൻ എന്നാണ്. പെർമിയൻ. അപ്പം ഇത് ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ PSDCP എന്ന് പറഞ്ഞ് വെക്കുന്നത്. P എന്ന് പറഞ്ഞാൽ പാലിയോസോയിക് ഈറ. ആ ഈറയിലുള്ള പീരീഡ് സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫെറസ്, പെർമിയൻ. ഓക്കെ, നമ്മൾ എഴുതി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അടുത്ത മീസോസോയിക് ഈറ. മീസോസോയിക് ഈറയിൽ മീസോസോയിക് ഈറ MTJC എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്തിരിക്കണം. MTJC എന്ന് പറഞ്ഞാൽ മീസോസോയിക് ഈറയിൽ 3 പീരീഡുകളാണ് ഉള്ളത്. ഒന്ന് ട്രയാസിക്. രണ്ടാമത്തത് ജെ എന്ന് പറയുമ്പോൾ ജൂറാസിക് ആണ്. ജൂറാസിക് പാർക്ക് എന്നുള്ള സിനിമ ഓർത്താൽ മതി. ജൂറാസിക്. മൂന്നാമത്തത് ക്രസ്റ്റേഷ്യസ്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയാണ് MTJC. മീസോസോയിക് ഈറ, ട്രയാസിക്, ജുറാസിക്, ക്രസ്റ്റേഷ്യസ്. ഇനി അടുത്ത ഈറ സീനോസോയിക് ഈറ. അതിൻ്റെ കോഡാണ് CTQ. എന്ന് ഓർത്താൽ മതി. എന്ന് പറഞ്ഞാൽ സീനോസോയിക് ഈറയിൽ 2 പീരീഡേ ഉള്ളു. ടെറിഷറി ആൻഡ് ക്വാർട്ടർണറി പീരീഡ്. ടെറിഷറി ആൻഡ് ക്വാർട്ടർണറി പീരീഡ്സ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇത്രയും കാര്യമാണ്. അതാണ് അറേഞ്ച് ഡിഫറെൻറ്റ് ഈറ ആൻഡ് പീരീഡ് ഇൻ ജിയോളജിക്കൽ ടൈം സ്കെയിൽ. അസെൻഡിങ് ടു ഡിസെൻഡിങ്. പാലിയോസോയിക് ആദ്യം, അത് കഴിഞ്ഞ് മീസോസോയിക്, അത് കഴിഞ്ഞ് സീനോസോയിക്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക് ഈറ. അത് PSDCP പാലിയോസോയിക്കുള്ള പീരീഡ്സ്. ശരിക്കും പാലിയോസോയിക്കിൽ 6 പീരീഡ്സ് ഉണ്ട്. നമുക്ക് NCERTയിൽ 4 എണ്ണേ ഉള്ളൂ. 2 എണ്ണം കൊടുത്തിട്ടില്ല. ഓർഡോവിസിയൻ ആൻഡ് കാംബ്രിയൻ. കാംബ്രിയൻ ആൻഡ് ഓർഡോവിസിയൻ. ഓർഡോവിസിയൻ എന്ന് പറയുന്ന ഒരു പീരീഡും കാംബ്രിയൻ എന്ന് പറയുന്ന ഒരു പീരീഡും ഉണ്ട്. പക്ഷെ നമ്മുടെ NCERTയിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് പഠിച്ചാൽ മതി. അത് സിലൂറിയനും, ഡിവോണിയനും, കാർബോണിഫെറസും, പെർമിയനും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ. അതുപോലെ സിലൂറിയൻ പീരീഡ്സ്, ഡിവോണിയൻ പീരീഡിനൊരു പേരുണ്ട്, ഏജ് ഓഫ് ഫിഷസ്. അതും കൂടി നമ്മൾ ഓർക്കണം. ഈ പാലിയോസോയിക് ഇറയിലെ ഡിവോണിയൻ പീരീഡാണ് മത്സ്യങ്ങളുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. അത് ഇവോൾവ് ചെയ്യുന്നത് തൊട്ട് മുമ്പുള്ള പീരീഡ് എന്ന് പറഞ്ഞാൽ സിലൂറിയനിൽ ഇവോൾവ് ചെയ്യും. ഡോമിനേറ്റ് ചെയ്ത് ഫ്ലറിഷ് ചെയ്യുന്നതാണ് ഡിവോണിയൻ. അതുകൊണ്ടാണ് അവരെ ഏജ് ഓഫ് ഫിഷസ് ഡിവോണിയൻ. ആ കാലഘട്ടത്തിൽ ഈ ഡിവോണിയൻ പീരീഡിൽ തന്നെ അടുത്ത ആംഫീബിയൻ ഇവോൾവ് ചെയ്യും. പക്ഷേ അടുത്ത കാർബോണിഫെറസ് പീരീഡിലാണ് അവർ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏജ് ഓഫ് ഫിഷസ് ഡിവോണിയൻ. കാർബോണിഫെറസിനെ നമ്മൾ എന്താ പറയും? ഏജ് ഓഫ് ആംഫീബിയൻസ്. ആംഫീബിയൻസിൻ്റെ ഏജ് എന്നറിയപ്പെടുന്നത് ഏജ് ഓഫ് ആംഫീബിയൻസ്, ഉഭയജീവികളുടെ സുവർണ കാലഘട്ടം. അതുപോലെ മീസോസോയിക് ഈറയിലെ ജുറാസിക് പീരീഡാണ് നമ്മൾ ഉരകജീവികളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഏജ് ഓഫ് റെപ്റ്റൈൽസ്. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, എക്സാമിനേഷന് ചോദിക്കും. ഏജ് ഓഫ് റെപ്റ്റൈൽസ്, ഉരകജീവികളായിട്ടുള്ള ഉരകജന്തുക്കളുടെ സുവർണ കാലഘട്ടം മീസോസോയിക് ഈറയാണ്. പീരീഡ് ചോദിച്ച ജുറാസിക് പീരീഡ്. അതുകൊണ്ടാണ് ആ ടൈമിൽ ജുറാസിക് പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ട് ജുറാസിക് പാർക്ക് എന്നുള്ള
ഡിനോസറുകളൊക്കെ ഡോമിനേറ്റ് ചെയ്തിരുന്ന പല സൈസിനും ഷേപ്പിലുള്ള ഡിനോസറുകൾ ഡോമിനേറ്റ് ചെയ്തിരുന്ന കാലഘട്ടം. അതുകൊണ്ട് നമ്മളെ ജൂറാസിക് പീരീഡാണ് മീസോസോയിക് ഈറയിലെ ജൂറാസിക് പീരീഡാണ് ഏജ് ഓഫ് റെപ്റ്റൈൽസുകളുടെ സുവർണ്ണ കാലഘട്ടം. സീനോസോയിക് ഈറയെ നമ്മൾ പറയുന്ന പേരാണ് സീനോസോയിക് ഈറ എന്ന് പറയുന്നത് ഏജ് ഓഫ് ബേർഡ്സ്, മാമൽസ് ആൻഡ് ആൻജിയോസ്പേമുകളുടെയും ബേർഡ്സിൻ്റെയും മാമൽസുകളുടെയും ഈറ എന്നറിയപ്പെടുന്നതാണ് ഈ ഏജ് എന്നറിയപ്പെടുന്നതാണ് ഏജ് ഓഫ് ബേർഡ്സ്, മാമൽസ് ആൻഡ് ആൻജിയോസ്പേമാണ് സീനോസോയിക് ഈറ. അപ്പോൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്ലാന്റ് എവല്യൂഷൻസിനകത്ത് നിന്നും അനിമൽ എവല്യൂഷൻസിനകത്ത് നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അടുത്തത് പ്ലാന്റ് എവല്യൂഷൻസിനകത്ത് സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സിലോഫൈറ്റോൺ ആർ കോമൺ ആൻസെക്ടേഴ്സ് ഓഫ്, ആരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള പൂർവികനാണ് സിലോഫൈറ്റോൺ എന്ന് ചോദിക്കും. ആരുടെയൊക്കെയാണ്? ഫേൺസിൻ്റെത് സ്പിനോപ്സിഡ് എന്ന് പറയും. സ്പിനോപ്സിഡിന് അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറയും ഹോഴ്സ് ടെയിൽ എന്ന് പറയും. സ്പിനോപ്സിഡ്, ഫേൺസ്, ജിങ്കോസ്, കോണിഫേഴ്സ്, നെറ്റൽസ് ഈ പ്ലാന്റ്സുകളുടെയൊക്കെ പൂർവികനാണ് ഈ സിലോഫൈറ്റോൺ ആർ കോമൺ ആൻസെക്ടേഴ്സ് ഓഫ് ചോദിക്കുന്നതാണ്. ഫേൺസ്, സ്പിനോപ്സിഡ് അല്ലെങ്കിൽ ഹോഴ്സ് ടെയിൽ, ജിങ്കോസ്, കോണിഫേഴ്സ്, നെറ്റൽസ്, പ്രോജിംനോസ്പേം. ഇവരുടെ എല്ലാം കോമൺ പൂർവികനാണ് ഈ സിലോഫൈറ്റോൺ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പാർട്ട് ബി. നെയിം ഓഫ് ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ്. 200 മൈൽ പല സൈസിലും ഷേപ്പിലും ഉള്ള ഉരകജീവികൾ ഉണ്ടാവുകയും കുറച്ച് ആൾക്കാർ ലാൻഡിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് അക്വാട്ടിക് റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ്, മറൈൻ റെപ്റ്റൈൽസ് ഉണ്ടായി. അതിൻ്റെ പേരാണ് ഇക്തിയോസോർസ്. അടുത്ത സി. കോമൺ ആൻസെക്ടേഴ്സ് ഓഫ് തെറാപ്സിഡ് ആൻഡ് മാമൽസുകളുടെയും തെറാപ്സിഡുകളുടെയും കോമൺ ആൻസെക്ടേഴ്സ് ആരാണെന്നാ ചോദിച്ചേക്കും. കോമൺ ആൻസെക്ടർ ഓഫ് തെറാപ്സിഡ് ആൻഡ് മാമൽസ് പെലിക്കോസോർ ആണ്. അത് ആനിമൽ എവല്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, പെലിക്കോസോർ. അപ്പോൾ അത് ഈ പെലിക്കോസോറും ഈ തെറാപ്സിഡും മാമൽസിൻ്റെയും കോമൺ ആൻസെക്ടർ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കാനൊരു കോഡുണ്ട്. സിനാപ്സിഡ്, പെലിക്കോസോർ, അതാണ് ആ ഫ്ലോ ചാർട്ട്. തെറാപ്സിഡ്, മാമൽസ്. അപ്പം അത് ആനിമൽ എവല്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് 2 ടൈപ്പ് എക്സ്റ്റിൻറ്റ് റെപ്റ്റൈൽസുകളുണ്ട്. സുറോപ്സിഡും ഉണ്ട്, സിനാപ്സിഡും ഉണ്ട്. അതിൽ സിനാപ്സിഡ്, പെലിക്കോസോർ, തെറാപ്സിഡ്, മാമൽസ് അങ്ങനെ ഓർത്തിരിക്കണം. അതായത് മാമൽസുകളുടെയും തെറാപ്സിഡിൻ്റെയും കോമൺ ആൻസെക്ടർ ആരാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് പെലിക്കോസോറാണ്. ഇനി മാമൽസിൻ്റെയും തെറാപ്സിഡിൻ്റെയും പെലിക്കോസോറിൻ്റെയും കോമൺ ആൻസെക്ടർ ആരാണെന്ന് ചോദിച്ചാൽ സിനാപ്സിഡ്. അതേപോലെ നമ്മൾ മുമ്പേ പറഞ്ഞ സുറോപ്സിഡുകളുടെ കോമൺ ആൻസെക്ടറുകൾ ആരൊക്കെയാണെന്ന് ചോദിക്കും. സുറോപ്സിഡ് ആർ കോമൺ ആൻസെക്ടേഴ്സ് ഓഫ്, ആരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ആൻസെക്ടർ ആണെന്ന് ചോദിച്ചാൽ കോമൺ ആൻസെക്ടേഴ്സ് ഓഫ് ആരുടെയൊക്കെയാണ്? തീക്കോഡോണ്ടിൻ്റെ കോമൺ ആൻസെക്ടർ ആണ്. അതേപോലെ ലിസാർഡിൻ്റെത്, സ്നേക്ക്, പല്ലി, ഉരകങ്ങൾ. അത് ടറ്റൂറാസ് അല്ലെങ്കിൽ സ്പെനോഡോൺ എന്ന് പറയും. ടട്ടിൽസ് ഇതിൻ്റെയൊക്കെ കോമൺ ആയിട്ടുള്ള ആൻസെക്ടറുകളാണ്. തീക്കോഡോണ്ടിൻ്റെത്, ലിസാർഡ്,
സ്നേക്ക്, ടട്ടൂറാസ്, ടട്ടിൽസ്. മനസ്സിലായോ? ടട്ടിൽസ്. ആമ. ഇവിടെയൊക്കെ കോമൺ ആൻസെക്ടറാണ് സുറോപ്സിഡ്. അത് ആനിമൽ എവല്യൂഷൻസിനകത്ത് നമ്മുടെ NCERT-യിൽ ഈ പ്ലാന്റ് എവല്യൂഷൻ്റെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്, ആനിമൽ എവല്യൂഷൻ്റെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ എപ്പോഴും സ്ഥിരം ചോദിക്കുന്നതാണ്, നമ്മൾ പഠിച്ചു വെക്കണം. പ്ലാന്റിനകത്ത് സിലോഫൈറ്റോൺ ആരുടെയൊക്കെ കോമൺ ആൻസെക്ടറാണെന്ന് ചോദിക്കും. അതുപോലെ ഈ അനിമൽ എവല്യൂഷൻസിനകത്ത് സിനാപ്സിഡുകൾ ആരുടെയൊക്കെ കോമൺ ആൻസെക്ടറാണെന്ന് ചോദിച്ചാൽ പെലിക്കോസോറിൻ്റെയും തെറാപ്സിഡിൻ്റെയും മാമൽസ്. എക്സ്റ്റിൻറ്റ് റെപ്റ്റൈൽസിനകത്തുള്ള 2 ഗ്രൂപ്പാണ്. അടുത്തത് സുറോപ്സിഡ്. സുറോപ്സിഡ് ആരുടെ ചോദിച്ചാൽ സ്നേക്ക് ഉണ്ട്, ടട്ടിൽസ് ഉണ്ട്, ലിസാർഡ്സ് ഉണ്ട്, തീക്കോഡോണ്ട്. തീക്കോഡോണ്ടിൻ്റെയൊക്കെ കോമൺ ആൻസെക്ടേഴ്സ്. അപ്പോൾ നമ്മളെ മോഡേൺ ഡേയിലുള്ള റെപ്റ്റൈൽസ്, ലൈവ് റെപ്റ്റൈൽസുകൾ എന്ന് പറയുന്നത് ക്രോക്കഡൈൽസ് ആണ്. ക്രോക്കഡൈൽസ്, ലിസാർഡ്. ക്രോക്കഡൈൽസും ലിസാർഡുകളുമാണ് ഇന്ന് നമ്മൾ കാണപ്പെടുന്ന റെപ്റ്റൈൽസ്. ജീവിക്കുന്ന റെപ്റ്റൈൽസുകളിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ ക്രോക്കഡൈൽസ്, ലിസാർഡ്സ്. ക്രോക്കഡൈൽസ്, ലിസാർഡാണ് കൗണ്ടർ പാർട്ട് ഓഫ് മോഡേൺ ഡേ റെപ്റ്റൈലിയൻ ഗ്രൂപ്പ്സ്. മോഡേൺ ഡേയിലുള്ള റെപ്റ്റൈലിയൻ ഗ്രൂപ്പ്സ് ചോദിച്ചത് അത് 2 ഓർത്തിരിക്കണം. അത് ഓർക്കാനായിട്ട് തിരിഞ്ഞു പോകാതിരിക്കാൻ സിനാപ്സിഡ്, പെലിക്കോസോർ, തെറാപ്സിഡ്, മാമൽ അങ്ങനെ പഠിച്ചേക്കുക. സിനാപ്സിഡ്, പെലിക്കോസോർ, തെറാപ്സിഡ്, മാമൽസ്. മാമൽസിൻ്റെയും തെറാപ്സിഡിൻ്റെയും കോമൺ ആൻസെക്ടർ അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അത് ചോദിച്ചാൽ പെലിക്കോസോർ. ഇനി മാമൽസിൻ്റെയും തെറാപ്സിഡിൻ്റെയും പെലിക്കോസോറിൻ്റെയും കോമൺ ആൻസെക്ടർ ആരാന്ന് ചോദിച്ചാൽ സിനാപ്സിഡ്. അപ്പോൾ അത് തിരിഞ്ഞു പോകാതിരിക്കാൻ സിനാപ്സിഡ്, പെലിക്കോസോർ, തെറാപ്സിഡ്, മാമൽസ് എന്ന് ഓർത്തിരിക്കുക. ആ ഒരു ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുക. ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഹാർഡി ബെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. അതൊരു ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം തന്നെ, നമ്മൾ മുമ്പേ പറഞ്ഞ ടൈപ്പ് തന്നെ. ഫോർ MN ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, ഒരു MN ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിനകത്ത് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ M ആൻഡ് ക്യാപിറ്റൽ N അലീൽസിൻ്റെ അലീലിക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. M എന്ന് പറയുന്നത് 0.7-ഉം N എന്ന് പറയുന്നത് 0.3-ഉമാണെന്ന് തന്നിട്ടുണ്ട്. The expected frequency of MN blood group bearing organism, MN blood group വഹിക്കുന്ന ഓർഗാനിസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫ്രീക്വൻസി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് സാധാരണ എപ്പോഴും ചോദിക്കും. അപ്പോൾ ഇവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇൻ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഹെറ്ററോസൈഗോട്ട് റെപ്രസെൻസ് ചെയ്യുന്നത്. ഇതൊരു ഹെറ്ററോസൈഗോട്ട്സ് ആണ്. MN എന്ന് പറഞ്ഞാൽ ഹെറ്ററോസൈഗോട്ട്സ് ആണ്. ഹെറ്ററോസൈഗോട്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഹെറ്ററോസൈഗോട്ട്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ, ഇങ്ങനെ ഹെറ്ററോസൈഗോട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഹാർഡി ബെയിൻബർഗ് പ്രിൻസിപ്പിൾ ഓർ എക്വിലിബ്രിയം, ഹെറ്ററോസൈഗോട്ട്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 2pq. വെറും PQ അല്ല, 2pq ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതാം MN is equal to എത്ര PQ? 2pq. എമ്മിൻ്റെ വാല്യൂ തന്നെയാണ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയും. എമ്മിൻ്റെ വാല്യൂ തന്നെയാണ് പിയുടെ വാല്യൂ. M തന്നിട്ടുണ്ട്, MN 2 അവിടെ ഇരിക്കുന്നുണ്ട്. 2pq ആണ് ഹാർഡി ബെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലെ ഹെറ്ററോസൈഗോട്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് MN is equal to MN ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് is equal to 2pq എന്ന് എഴുതാം. അത് ഹെറ്ററോസൈഗോട്ട്സ് എന്നുള്ളതാണ് PQ, MN എന്ന് പറയുന്നത്. അത് ഹാർഡി ബെയിൻബർഗ് ഇക്വിലിബ്രിയം ആയതുകൊണ്ട് അതിനകത്തൊരു കൺസെപ്റ്റാണ്. ഹാർഡി ബെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനകത്ത് ഹെറ്ററോസൈഗോട്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2pq ആണ്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് MN is equal to 2pq. എമ്മിൻ്റെ വാല്യൂ 0.7, അത് തന്നെയാണ് പിയുടെ വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഴുതാം 0.7. എന്നിൻ്റെ വാല്യൂ ആർക്ക് ഈക്വൽ ആണ്? ക്യൂവിന് ഈക്വൽ ആണ്. അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.3. ഇനി നമ്മൾ ഈ ഫ്രീക്വൻസി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 0.7 into 0.3. That is equal to simple mathematics 2 into 0.7 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0.21. ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0.42 എന്ന് കിട്ടും. അത് പെർസെൻറ്റേജിലാക്കുമ്പോൾ 42%. അപ്പോൾ ഇതാണ് ആൻസർ, 42%. അത് സ്ഥിരം. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ മുമ്പേ കണ്ടത് ഹോമോസൈഗസ്
ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഹെട്രോസൈഗോട്സ് വരുന്ന കണ്ടുപിടിക്കാനായിട്ടുള്ള ഫ്രീക്വൻസി ചിലപ്പോൾ ഈ എമ്മിന് പകരം വേറെ എക്സ്പൊണൻസ് ഉപയോഗിച്ചും ചോദിക്കുക. അങ്ങനെ ഹെട്രോസൈഗോട്സ് വന്നു കഴിഞ്ഞാൽ ഇൻ ഹാഡി ബെയിൻബർഗ് ഇക്വിലിബ്രിയം ഓർ പ്രിൻസിപ്പിൾസിനകത്ത് ഹെട്രോസൈഗോട്സ് ഈസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2pq ആണെന്ന് എഴുതണം. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് mn എന്ന് പറയുന്നത് 2pqന് തുല്യമാണ്. അതങ്ങനെയാണ് ഈ ഇക്വിലിബ്രിയത്തിനകത്ത് കൺസെപ്റ്റാണ് ഹെട്രോസൈഗോട്സ് ഈസ് represented by or is equal to, represent ചെയ്യുന്നത് is equal to ആർക്ക് തുല്യമാണ് 2pqന് തുല്യമാണ്. pqനല്ല തുല്യം 2pq. അങ്ങനെ തന്നെ ഓർക്കണം 2pq എന്ന്. നമ്മൾ ആ ഇക്വേഷൻസ് ഇല്ലേ p പ്ലസ് q ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു p സ്ക്വയർ പ്ലസ് 2pq പ്ലസ് q സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഈ 2pq എന്ന് പറയുന്നതാണ് ഹെട്രോസൈഗോട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2pq ആണ് 2pq. അതുകൊണ്ടാണ് നമ്മൾ ആ 2pq എന്ന് എഴുതുന്നത്. ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് mn ബ്ലഡ് ഗ്രൂപ്പ് പിയറിംഗ് ഓർഗൻ mn is equal to ആർക്ക് തുല്യം 2pq. ഇനി ഈ എമ്മിൻ്റെ അല്ലീലിക് ഫ്രീക്വൻസിയാണ് p. m തന്നിട്ടുണ്ട്. അപ്പം m is equal to p is equal to 0.7. n എന്ന് പറയുന്നത് അതിൻ്റെ അല്ലീലിക് ഫ്രീക്വൻസിയാണ് q. n is equal to q is equal to 0.3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. 2 ഇൻറ്റു 0.7ഉം 0.3യും കൂടെ കൂട്ടുമ്പോൾ 0.21. അത് 0.42 എന്ന് കിട്ടും. അത് പെർസെൻറ്റേജ് ആക്കുമ്പോഴത്തേക്കും അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓപ്ഷൻസിനകത്ത് അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ആണെങ്കിൽ അവിടെ നിർത്താം. അല്ല ഫ്രീക്വൻസി ഡെസിമലിലാണെങ്കിൽ 0.42 ആണ്. അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് 42% ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ അത് 2 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, അത് ചോദിക്കാറുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻസ് നോക്കാം. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ 2 കോളം തന്നിട്ടുണ്ട്. കോളം 1 ആൻഡ് കോളം 2 2 കോളം തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് എ ഫോസിൽ ഡിസ്കവേർഡ് ഇൻ ജാവ. ജാവയിൽ ഡിസ്കവർ ചെയ്ത ഫോസിൽ ആരുടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജാവയിലും പെക്കിങ്ങിലും ഒക്കെ. എ ഹോമോ എറക്ടസിൻ്റെതാണ്. അപ്പം എക്ക് ചേരുന്നത് ഏതാണ്? എ സെക്കൻഡാണ്. സെക്കൻഡ് എ എന്ന് പറയുന്നത് ഹോമോ എറക്ടസ്. അതുകൊണ്ടാണ് നമ്മൾ ജാവ മാൻ പെക്കിംഗ് മാൻ എന്നൊക്കെ പറയുന്നത്. 2 മറ്റേ ബി എന്ന് പറയുന്നത് ഫോസിൽ ഓഫ് മാൻ ലൈക്ക് ബോൺ, മനുഷ്യനെ പോലെ ഉള്ളതിൻ്റെ ബോൺ, മാൻ ലൈക്ക് ബോൺ എത്യോപ്യ ആൻഡ് ടാൻസാനിയയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ബി 3 ആണ്. ബി എന്ന് പറയുന്നത് 3 ആണ്, എത്യോപ്യ ആൻഡ് ടാൻസാനിയ. അത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ ആസ്ട്രാലോപിത്തിക്കസിനെ കുറിച്ചാണ് പറയുന്നത്. ആസ്ട്രാലോപിത്തിക്കസ്. ഫ്യൂ ഫോസിൽസ് ഓഫ് മാൻ ലൈക്ക് ബോൺ, മനുഷ്യനെ പോലെ ഉള്ളതിൻ്റെ എല്ലുകളുടെ ഫോസിലുകൾ എത്യോപ്യയിൽ നിന്നും ടാൻസാനിയയിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് ആസ്ട്രാലോപിത്തിക്കസ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഫോസിലിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് ബിംബത്ക റോക്ക് ഷെൽട്ടർ. ബിംബത്ക റോക്ക് ഷെൽട്ടർ എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് കേവ് പെയിൻറ്റിങ്, അതായത് നമ്മൾ മോഡേൺ മാനായ ഹോമോസാപ്പിയൻസിൻ്റെ ഐസ് ഏജ് എന്നൊക്കെ ചോദിക്കും. ഐസ് ഏജ് ഓഫ് മോഡേൺ മാൻ ഓർ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് 75,000 10,000 ഇയേഴ്സ് എഗോയ്ക്ക് ഇടയിലുള്ള ടൈമിനെയാണ് ഐസ് ഏജ് ബിറ്റ്വീൻ മോഡേൺ മാൻ എന്ന് പറയുന്നത്. ഐസ് ഏജ് ഓഫ് മോഡേൺ മാൻ എന്നറിയപ്പെടുന്നത്. ഹോമോസാപ്പിയൻസിൻ്റെ ഐസ് ഏജ് എന്ന് പറയുന്നത് 75,000 10,000 ഇയേഴ്സ് എഗോ ഓർ ബാക്ക് ഇടയിലുള്ള പീരീഡാണ്. അങ്ങനെയുള്ള ഈ മോഡേൺ മാനായ ഹോമോസാപ്പിയൻസ് പ്രീ ഹിസ്റ്റോറിക് കേവ് പെയിൻറ്റിങ് നടത്തിയിരുന്നത് 80,000 ഇയേഴ്സ് എഗോ, 18,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെയുള്ള പ്രീ ഹിസ്റ്റോറിക് കേവ് ആർട്ടിന് എക്സാമ്പിളാണ് മധ്യപ്രദേശിലെ റെയ്സൺ ഡിസ്ട്രിക്റ്റിൽ കാണുന്ന ബിംബത്ക റോക്ക് ഷെൽട്ടർ. അപ്പോൾ ബിംബത്ക റോക്ക് ഷെൽട്ടർ അതിന് ചേരുന്നത്, അതിൻ്റെ മാച്ച് ചെയ്യുന്നത് കോളം 2ലുള്ള പ്രീ ഹിസ്റ്റോറിക് കേവ് പെയിൻറ്റിംഗ് ആണ്. മോഡേൺ മാനായിട്ടുള്ള ഹോമോസാപ്പിയൻസുകൾ അവർ ജീവിച്ചിരുന്ന ഗുഹകളിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിത്രങ്ങൾ. അങ്ങനെയുള്ള പ്രീ ഹിസ്റ്റോറിക് കേവ് പെയിൻറ്റിങ് ഡെവലപ്പ് ചെയ്തിട്ട് 80,000 ഇയേഴ്സ് എഗോ, 18,000 വർഷങ്ങൾക്ക് മുമ്പാണ്. 80,000 ഇയേഴ്സ് ബാക്ക് ഓർ ഇയേഴ്സ് എഗോ. അതിനൊരു എക്സാമ്പിളാണ് മധ്യപ്രദേശിലെ റെയ്സൺ ഡിസ്ട്രിക്റ്റിലുള്ള ബിംബത്ക റോക്ക് ഷെൽട്ടർ. ഓക്കെ, അപ്പോൾ C4 ആണ്. ഡി ക്രേനിയൽ കപ്പാസിറ്റി ഓഫ് നിയാൻഡർതാൽ മാൻ, അത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, 1400 cc ആണ്. D1 ആണ്. ഇതാണ് ആൻസർ.
അപ്പം മാച്ച് ദ ഫോളോയിങ്സ് ക്വസ്റ്റ്യൻ ആണ്. A 2, B 3, C 4, D 1. അപ്പോൾ അത്രയും. അതുപോലെ അഗ്രികൾച്ചർ കെയിം അറൗണ്ട്, കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് മോഡേൺ മാൻ അഗ്രികൾച്ചർ കെയിം അറൗണ്ട് ചെയ്തിട്ട് എത്ര വർഷമാണെന്ന് ചോദിക്കും. അത് 10,000 ഇയേഴ്സ് ബാക്ക് ആണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ്. 10,000 ഇയേഴ്സ് എഗോ ഓർ ഇയേഴ്സ് ബാക്ക്. ഇയേഴ്സ് എഗോ തന്നെയാണ് ഇയേഴ്സ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പം അതും നമ്മൾ ഓർത്തിരിക്കണം. അപ്പം നമ്മൾ എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പം പാർട്ട് 2 മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഹാർഡി ബെയിൻബർഗ് ഇക്വിലിബ്രിയം, ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി ബെയിൻബർഗ് ഇക്വിലിബ്രിയം, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുകൾ, അതുപോലെ നമ്മൾ ആനിമൽ എവല്യൂഷൻ, പ്ലാന്റ് എവല്യൂഷൻ ഓർ ജിയോളജിക്കൽ ടൈം സ്കെയിലുള്ള ഈറകളും പീരീഡുകളും, പ്ലാന്റ് ആനിമൽ എവല്യൂഷൻ, ഹ്യൂമൻ എവല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോ ചാർട്ട് ചോദിക്കാം, ഏജ് ചോദിക്കാം, ബ്രെയിൻ കപ്പാസിറ്റി ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ഓർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ചോദിക്കാം. അങ്ങനെയുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. Okay.